വളരെ ഫീൽ ചെയ്ത പടം. നന്നായിട്ട് ഓടും. ഇത് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടം. കൊള്ളാമാണ്. ഇഷ്ടമായോ? ആ, ഇഷ്ടമായെന്ന് പറഞ്ഞാൽ നല്ലൊരു അനുഭവ പാഠം എല്ലാവർക്കും കിട്ടിയത്. അതെ, തീർച്ചയായും ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. തീർച്ചയായും കാണേണ്ടതാണ്. നല്ല പടമാണ്. നല്ല ഹാർട്ട് ടച്ചിങ് ഹൃദയസ്പർശിയ പടമാണ്. ഒരുപാട് ആശയസ്ഥാണെങ്കിൽ മലയാളത്തിൽ ഇങ്ങനെ സിനിമ ഉണ്ടാവുന്നത്. ഒരാശയമുണ്ട്, നല്ല ആശയമാണ്. അത് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. പേരൻസ് മക്കളെ നോക്കാതിരിക്കുന്നത് ശരിയല്ല. അത് വളരെ മോശം കാര്യമാണ്. അങ്ങനെ ആ ഒരു പ്രവണത വന്നിരിക്കുകയാണ്. മനുഷ്യത്വം സംഭവം കുറഞ്ഞു വരികയാണ് ഈ ലോകത്ത്. നല്ലൊരു ഹൃദയസ്പർശിയായ ഫിലിമാണ്. ഞാൻ ഈ സിനിമയുടെ ക്രൂ ആണ്. ക്ലാസ് മൂവിയാണ്, അടിപൊളി, കണ്ടിരിക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഇറ്റ്സ് നൈസ്. ആ അമ്മയും ആ ചേട്ടനും ആ അമ്മയും നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ല പടം. പടം സൂപ്പറായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒത്തിരി ചിരിക്കാനുണ്ട്, പിന്നെ ഇടയ്ക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷേ ഓവറോൾ സൂപ്പർ മൂവിയാണ്. ഒക്കെ ചെയ്ത് വെച്ചതിനൊക്കെ തീരുമാനിക്കേണ്ടത് ഇവരാണ്, കാണികൾ. ഓക്കെ, ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. എന്തായാലും ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. താങ്ക് യു. അതിമനോഹര ചിത്രം. വളരെ റെയറായിട്ട് സംഭവിക്കുന്നതാണ്. പ്രായത്തിന് പ്രണയിക്കാൻ പ്രായം ഒരു തടസ്സമല്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഏത് ടൈപ്പ് ഓഡിയൻസിനും തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയൊരു ടൈപ്പ് ഫിലിമാണ്. വളരെ ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ചിരിക്കാനും അത്യാവശ്യമുണ്ട്. നോബിയുടെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല പടം. സോൾഫുള്ളാണ്. നല്ല ഫിലിമാണ്. ഫാമിലി ഓഡിയൻസിന് നന്നായിട്ട് കണക്റ്റ് ആവും. ഇങ്ങനത്തെ സിനിമകളൊക്കെയാണ് വിജയിക്കേണ്ടത്. നല്ലായിരുന്നു, നല്ല പടം. അത് എനിക്ക് എങ്ങനെ പറയാൻ അപ്പോൾ ഒരുപാട് ഫീലിങ്സ് തരും. കാരണം ഒരു പ്രായം കഴിയുമ്പോൾ അവരെ അവഗണിക്കപ്പെടുന്നതും, പിന്നെ അവർക്ക് ഒരു മനുഷ്യൻ നിലനിൽപ്പിന് സ്നേഹം വേണം. സ്നേഹം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റും. നല്ലൊരു മെസ്സേജാണ്. എനിക്ക് ആ ശബ്ദം കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ. വളരെ മനോഹരമായിരുന്നു. ഹൃദയത്തെ സ്പർശിക്കുന്ന, കണ്ണ് നനയിക്കുന്ന ഒരു അനുഭവം. അസിസ്റ്റൻ്റ് ആറുണ്ടായിരുന്നു. ഐ കാൻ സേ, നിങ്ങൾ தான் சொல்லணும். Did you like it? Yes. You enjoyed it? Nice performance. Let's see. നല്ല സിനിമ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാവരോടും കാണാൻ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. നമ്മളെപ്പോഴും ആണ്, പിന്നെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ് ഈ സിനിമ കണ്ടിരിക്കേണ്ടത്. നമ്മളുടെ അച്ഛനമ്മമാരുടെ ഒക്കെ ഒരു മാനസികാവസ്ഥയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും. ലീലാക്ക ഈസ് ഓൾവേസ് എന്താ പറയുക, ഞങ്ങളൊക്കെ വളരെ ഫേവറേറ്റാണ് രണ്ടുപേരും. ചേട്ടനും മത്സരമായിരുന്നല്ലേ ഇവർ രണ്ടുപേരും. പിന്നെ തീർച്ചയായിട്ടും ആ ലാസ്റ്റത്തെ സീൻ ഞാൻ അഭിനയം എടുത്ത് പറഞ്ഞു. ലാസ്റ്റത്തെ സീൻ വേണ്ടായിരുന്നു, കാരണം എത്ര പിടിച്ചെടുത്തിട്ടും കരയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും കാണുക സിനിമ. സൂപ്പർ മൂവിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു 70s ലവ് സ്റ്റോറിയാണ്. സൂപ്പർബായിട്ട് ആക്ടിങ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഗോവിന്ദേട്ടൻ്റെ മ്യൂസിക്കും സൂപ്പർ. അഭിജിത്ത് ഏട്ടൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എന്തായാലും ഈ ക്ലൈമാക്സിലുള്ള സോങ് ഞാനാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത്, പക്ഷേ ക്ലൈമാക്സ് ആയതുകൊണ്ട് പുറത്തുവിടാൻ പറ്റാത്തതുകൊണ്ട് അതും എടുക്കാൻ പറ്റിയില്ല. ഒരു പ്രാവശ്യം കൂടെ കണ്ടിട്ട് എടുക്കണം വിചാരിക്കും. താങ്ക് യു. ഉഗ്രൻ സിനിമയാണ്. ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്ന സിനിമയാണ്. ഇമോഷൻസാണ് മെയിനായിട്ട് ഈ സിനിമയിൽ. എല്ലാ ഫാമിലീസിനും ഇഷ്ടപ്പെടും. എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. എന്തോ തീർച്ചയായിട്ടും പ്രണയം എന്നുള്ളത് ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. ആ ഒരു കണ്ടന്റാണ് മെയിനായിട്ട് പറയുന്നത്. എല്ലാവരും കാണണം. പടം കണ്ട അപ്പോൾ എന്താ പറയുക, കുഴപ്പമില്ലാത്ത അഭിപ്രായമുണ്ട് പടത്തിന്.
ആറാട്ടണ്ണ ജയരാജേട്ടൻ വരെ പെണ്ണ് കിട്ടി എന്നിട്ട് ആറാട്ടണ്ണ പെണ്ണ് കിട്ടിയില്ലെന്ന്. അപ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ വന്ന് സിനിമ കാണും. ഞാൻ പറഞ്ഞു ഓ അങ്ങനെ സിനിമ ഉണ്ടോ? ഇമോഷണൽ ടച്ച് ചെയ്ത സിനിമയാണ്. അല്ലേ? സാധാരണ കോമഡി സിനിമകളാണ് ചെയ്യുന്നത്. അത് വ്യത്യസ്തമുണ്ട്. ഇത്ര ഇമോഷൻസ് ജയരാജേട്ടൻ്റെ ഒരു ആദ്യത്തെ തുടക്കമല്ലേ, അങ്ങനെ ഒരു സിനിമ താങ്കൾ അഭിനയിച്ചുണ്ട്. അത് അത്ഭുതകരമായ കാര്യമാണ്. താങ്ക് യു. ഇഷ്ടപ്പെട്ട കരഞ്ഞ ഇമോഷണലായിട്ട് ഫീൽ വന്നു. കരഞ്ഞ് പെട്ടെന്ന് ഞാൻ ചിരിച്ചോണ്ടിരിക്കുകയുള്ളൂ. എല്ലായിടത്തും പറയണ സിനിമ ഒന്ന് കാണാൻ കേട്ടോ. താങ്ക് യു. അപ്പം എല്ലാവരും സിനിമ ഒന്ന് കാണണം, ഒന്ന് കണ്ടിരിക്കുക. നല്ലൊരു ക്യാരക്ടർ എനിക്ക് അഭിജിത്ത് തന്നു. അപ്പോൾ അത് എന്തു പറയാം, ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു വീട് പോലെ കുടുംബം പോലെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഇന്നലെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റി. നല്ല സപ്പോർട്ടായിരുന്നു മൊത്തത്തിലെല്ലാവരും. ഞാൻ കണ്ടപ്പോഴെല്ലാം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇനി എല്ലാവരും കൂടി. കിട്ടുമായിരിക്കും അല്ലേ? അത് സെക്കൻഡ് പാർട്ടിലൊരു പെണ്ണ്. താങ്ക് യു. പേടിയാവണം നിങ്ങളെല്ലാവരും ഇങ്ങനെ കൂടുന്നിട്ട്. ജയരാജേട്ടൻ ഓൾറെഡി അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ് ഈ പടത്തിൽ. സോ ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് അവാർഡ് ഈ പടത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊരു അവാർഡ് ലിസ്റ്റിലേക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫ് ഫുള്ളും കോമഡി, തിയേറ്റർ മൊത്തം ചിരിക്കുകയായിരുന്നു. സെക്കൻഡ് ഹാഫ് കണ്ണ് നനയിപ്പിച്ചു. ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. ഒരു 70 വയസ്സുള്ള ആൾക്കാരുടെ പ്രണയമാണ് പടം പറയുന്നതെങ്കിലും ഒരുപാട് ചിന്തിക്കാനുണ്ട്.